എല്ലാവർക്കും നമസ്കാരം. നാരായണ ഗുരുസ്വാമിയുടെ വിനായകാഷ്ടകം എന്ന കൃതിയാണ് ഞാനിവിടെ ചൊല്ലുന്നത്. മുനി നാരായണ പ്രസാദ് സ്വാമി എഴുതിയ വിനായകാഷ്ടകത്തിൻ്റെ ആമുഖം കൂടി ഞാനൊന്ന് വായിക്കാം. വിനായകനെ സ്തുതിച്ചുകൊണ്ട് നാരായണ ഗുരുസ്വാമി എഴുതിയിട്ടുള്ള 8 ശ്ലോകങ്ങളടങ്ങിയ ഒരു ചെറുകൃതിയാണ് വിനായകാഷ്ടകം. ഗണപതി തന്നെയാണ് വിനായകൻ. വിനയിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് വിനായകൻ എന്ന പേര് ദേവഗണങ്ങളുടെയും പിതൃഗണങ്ങളുടെയും പതിയായ ഗണപതിക്ക് കിട്ടിയിട്ടുള്ളത്. വിനയിക്കുക എന്നാൽ എടുത്തു മാറ്റുക, പ്രബോധനം ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. അവിദ്യാരൂപമായ എല്ലാ വിഘ്നങ്ങളെയും എടുത്തു മാറ്റി പ്രബോധനം നൽകി അറിവിൻ്റെ പ്രകാശം പരത്തുന്നവനാണ് വിനായകൻ. ഈ അർത്ഥത്തിലാണ് ഏത് കാര്യവും തുടങ്ങുന്നതിനു മുമ്പ് വിഘ്നങ്ങളെല്ലാം നീങ്ങി ശുഭപര്യവസാനമുണ്ടാകുന്നതിനു വേണ്ടി വിഘ്നേശ്വര പൂജ ചെയ്യുന്നത്. ഗണപതി ദേവഗണങ്ങളുടെയും പിതൃഗണങ്ങളുടെയും പതിയാണ്. ആര്യന്മാർ ഭാരതത്തിലേക്ക് കൊണ്ടുവന്ന വൈദിക സംസ്കാരത്തിൻ്റേതാണ് ദേവന്മാർ. പിതൃപൂജയാകട്ടെ പ്രാഗ്വൈദിക അനാര്യ സംസ്കാരത്തിൻ്റേതാണ്. ദേവന്മാരുടെയും പിതൃക്കളുടെയും പതിയായ ഗണപതി ആര്യ അനാര്യ സംസ്കാരങ്ങളെ ശുദ്ധമായ ആത്മജ്ഞാനം കൊണ്ട് കൂട്ടിയിണക്കുകയും ഈ 2 സംസ്കാരങ്ങൾ തമ്മിലുള്ള ഭിന്നത മൂലം ഉളവായ വിഘ്നങ്ങളെയെല്ലാം ഇല്ലാതാക്കുകയും ചെയ്തു എന്ന് ഊഹിക്കാം. ശിവകുടുംബത്തിലെ ആദ്യ സന്താനമായ ഗണപതി ശൈവ സമ്പ്രദായത്തിൽപ്പെട്ടതാണ്. എന്നാൽ ശൈവന്മാരും വൈഷ്ണവരും ഏത് മംഗളകർമ്മം നടക്കുന്നതിനു മുമ്പും വിഘ്നേശ്വരൻ എന്ന നിലയിൽ ആരാധിക്കുന്നത് ഗണപതിയെയാണ്. 2000 വർഷം മുമ്പ് യേശുക്രിസ്തു മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ കിഴക്കേ തീരത്ത് ചെയ്തത് തന്നെയാണ് നാരായണ ഗുരു ഈ നൂറ്റാണ്ടിൽ അറബിക്കടലിൻ്റെ കിഴക്കേ തീരത്ത് ചെയ്തത്. യേശുക്രിസ്തു വന്നു പിറന്ന യഹൂദ ജനത സുമേരിയന്മാരുടെയും ഗ്രീക്കുകാരുടെയും റോമാക്കാരുടെയും ഈജിപ്തുകാരുടെയും ഒക്കെ സാംസ്കാരിക പാരമ്പര്യങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുടെയും ഒരു സങ്കരമായിരുന്നു. അതിൻ്റെ ഫലമായി അവരുടെ ജീവിത രീതികളിലും ചിന്താഗതികളിലും കടന്നുകൂടിയിരുന്ന നിഷേധാത്മിക വശങ്ങളെ തിരുത്തി ഭാവുകത്വത്തിൻ്റെ വശത്തേക്ക് തിരിച്ചും അതിഭാവുകത്വമുള്ള അംശങ്ങളെ നിയന്ത്രിച്ചും ക്രമീകരിച്ചും ജനജീവിതത്തിന് ഒരു ലക്ഷ്യോന്മുഖത ഉണ്ടാക്കിക്കൊടുക്കേണ്ടത് അനിവാര്യമായി വന്നു. അതാണ് യേശുക്രിസ്തു ചെയ്തത്. അടിസ്ഥാനപരമായി നോക്കിയാൽ നാരായണ ഗുരു അദ്വൈതിയായിരുന്നു. അതേസമയം ഹിന്ദുമതമെന്നോ സനാതനധർമ്മമെന്നോ തെറ്റായോ ശരിയായോ വിളിക്കപ്പെട്ടു പോരുന്ന പാരമ്പര്യത്തിൽ സ്ഥാനം പിടിച്ചിട്ടുള്ള മൂല്യമുള്ള എല്ലാ അംശങ്ങളെയും അംഗീകരിച്ച് ആദരിക്കാൻ ഗുരുവിന് കഴിഞ്ഞിരുന്നു. അക്കാരണത്താൽ നിഷ്പക്ഷമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് എല്ലാ മതങ്ങളെയും സത്യം, സൗന്ദര്യം, സ്നേഹം, നന്മ ഇവയുടെയെല്ലാം വക്താവെന്ന നിലയിൽ സമദൃഷ്ടിയോടുകൂടി ഗുരുവിന് വീക്ഷിക്കുവാൻ കഴിഞ്ഞു. ഞാൻ സംഹരിപ്പാൻ വന്നവനല്ല, പൂർത്തീകരിപ്പാൻ വന്നവനത്രേ എന്ന് യേശുക്രിസ്തു പറഞ്ഞു. ഇതേ മനോഭാവം തന്നെയാണ് ജനങ്ങളുടെ വിശ്വാസാദരങ്ങൾക്ക് പാത്രമായി സഹസ്രാബ്ദങ്ങളായി ഭാരതത്തിൽ നിലനിന്നു പോരുന്ന വിഗ്രഹാരാധനയോട് നാരായണ ഗുരുവും സ്വീകരിച്ചത്. ഗണേശനെയും സുബ്രഹ്മണ്യനെയും വിഷ്ണുവിനെയും ശിവനെയും ദേവിയെയും സ്തുതിച്ചുകൊണ്ട് സ്തോത്രങ്ങൾ എഴുതാൻ ഗുരുവിന് കഴിഞ്ഞു. അതേ ദൈവത്തെ തന്നെ പ്രത്യേകമായ ഒരു രൂപകൽപ്പനയും കൂടാതെ ദൈവദശകത്തിലൂടെയും മറ്റും വാഴ്ത്താനും ഗുരുവിന് സാധിച്ചു. ഏതെങ്കിലും ഒരു രൂപകൽപ്പനയോടുകൂടിയായാലും അല്ലെങ്കിലും തികഞ്ഞ അദ്വൈതിയായി നിന്നുകൊണ്ട് സ്തുതിഗീതങ്ങൾ പാടാനും പ്രാർത്ഥന നടത്താനും ഗുരുവിന് കഴിഞ്ഞിരുന്നു എന്നതാണ് അവിടുത്തെ പ്രത്യേകത. അവയെല്ലാം ആത്മാനുഭൂതി സമ്പന്നവും ഭക്തിരസം തുളുമ്പുന്നതുമാണ്. ഗുരുലോകം എന്ന ഈ യൂട്യൂബ് ചാനൽ കാണുന്നവർ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക. വിനായകാഷ്ടകം. നമദ്ദേവവൃന്ദം
ലസദ്വേതകന്ദം ശിരശ്രീമദിന്ദും ശ്രിതശ്രീമുകുന്ദം ബൃഹച്ചാരുതുന്ദം സ്തുതശ്രീസനന്ദം ജഡാഹീന്ദ്രകുന്ദം ഭജേഭീഷ്ടസന്ദം കില ദേവഗോത്രം കനദ്ധേമഗാത്രം സദാനന്ദമാത്രം മഹാഭക്തമിത്രം ശരചന്ദ്രവക്ത്രം ത്രയീപൂതപാത്രം സമസ്താർത്തിദാത്രം ഭജേ ശക്തിപുത്രം ഗളദ്ദാനമാലം ചലദ്ഭോഗിമാലം ഗളാംഭോദകാലം സദാ ദാനശീലം സുരാരാതികാലം മഹേശാത്മബാലം ലസത്പുണ്ഡ്രഭാലം ഭജേ ലോകമൂലം ഉരസ്താരഹാരം ശരചന്ദ്രഹീരം സുരശ്രീവിചാരം കൃതാർത്താരിഭാരം കടേദാനപൂരം ജഡാഭോഗിപൂരം കലാബിന്ദുതാരം ഭജേ ശൈവവീരം കരാരൂഢമോക്ഷം വിപദ്ഭംഗദക്ഷം ചലത്സാരസാക്ഷം പരാശക്തിപക്ഷം ശ്രിതാമർത്യവൃക്ഷം സുരാരിദ്രുതക്ഷം പരാനന്ദപക്ഷം ഭജേ ശ്രീശിവാക്ഷം സദാശം സുരേശം സദാ പാതുമീശം നിദാനോദ്ഭവം ശാങ്കര പ്രേമകോശം ധൃതശ്രീനിശേഷം ലസദ്ദന്തകോശം ചലച്ചൂലപാശം ഭജേ കൃത്തപാശം തഥാനേകസന്തം സദാ ദാനവന്തം ബുധശ്രീകരന്തം ഗജാസ്യം ബിഭാന്തം കരാത്മീയദന്തം ത്രിലോകൈകവൃന്ദം സുമന്ദം പരന്തം ഭജേഹം ഭവന്തം ശിവപ്രേമപിണ്ഡം പരം സ്വർണവർണം ലസദ്ദന്തഖണ്ഡം സദാനന്ദപൂർണം വിവർണപ്രഭാസ്യം ധൃതസ്വർണഭാണ്ഡം ചലച്ചാരുഷുണ്ഡം ഭജേ ദന്തിതുണ്ഡം. എല്ലാവർക്കും നമസ്കാരം.